വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ 33ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വരെ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽ, അതിൽ 34th ക്വസ്റ്റ്യൻ മുതലാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ആൻസർ എന്താണ് 34th ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 34th ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താണ്, 34ാമത്തേൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മേക്ക് എ സമ്മറി ഓഫ് ദി ഫോളോയിങ് പാസേജ്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും, അത് വായിച്ചിട്ട് അതിൻ്റെ ഒരു സംഗ്രഹം തയ്യാറാക്കുക. ഓക്കെ, ചുരുക്കരൂപം. ഓക്കെ, ഒരു പാസേജ്, ഒരു ലോങ് പാസേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് അതിൻ്റെ ആശയവും അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒന്നും ചോരാതെ, അർത്ഥം ചോരാതെ, എന്താണ് നമ്മൾ അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒന്നും പോവാതെ തന്നെ അതിന് ചുരുക്കിയ രൂപത്തിൽ അതിനെ ഏറ്റവും അതിൻ്റെ സമ്മറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളത്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മേക്ക് എ സമ്മറി ഓഫ് ദി ഫോളോയിങ് പാസേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എന്താണ് അർത്ഥം പോവാതെ അതിന് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെ നമുക്കതിനെ സമ്മറൈസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇതിനൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ പാസേജ് ഇങ്ങനെയാണ്. യു മൈറ്റ് ബി ഈറ്റിംഗ് ക്ലീൻ, എക്സസൈസിങ് റെഗുലർലി and getting good sleep, but if you still find yourself falling sick frequently, struggling with the recurring colds, allergies or other illness, then you need to keep an eye on your emotional health. Stress can play a major role in how often you get sick, even if your physical habits are on point. അപ്പം നമുക്കിത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെയും എന്താണ് നമ്മളുടെ ഒരു ഇമോഷണൽ ഹെൽത്ത്, മാനസികാരോഗ്യത്തെക്കുറിച്ച്, അല്ലെ നമ്മളെ ഇമോഷണൽ, നമ്മളെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അല്ലെ ആ ഒരു ആരോഗ്യത്തെക്കുറിച്ച്, ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. അതായത് നമ്മൾ എത്ര തന്നെ നമ്മൾ വൃത്തിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ നിത്യവും എക്സസൈസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അല്ലെ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും എന്നിട്ടും നമുക്ക് അസുഖങ്ങൾ, നമുക്കിങ്ങനെ ഓരോ അലർജിയും അല്ലെ എന്തെങ്കിലും ജലദോഷമോ തുമ്മലോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, എന്നിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് അല്ലെ ബാലൻസ്ഡ് ഡയറ്റൊക്കെ നമ്മൾ വൃത്തിയും വെടുപ്പുള്ള രീതി അല്ലെ കൈകളൊക്കെ ആഹാരത്തിന് മുമ്പ് കൈ കഴുകും, ആഹാരത്തിന് ശേഷം നമ്മൾ കൈ കഴുകി, അങ്ങനെ നല്ല വൃത്തിയിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞാലും, നമ്മൾ നിത്യവും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ഇതൊക്കെ നമ്മൾ ചെയ്താലും എന്നിട്ടും നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ മാനസികാരോഗ്യം. ഓക്കെ, അപ്പം നമ്മളുടെ ഹെൽത്തിനല്ല, കാരണം ഫിസിക്കൽ ഹെൽത്തിനല്ല കുഴപ്പം, നമ്മൾക്ക് മാനസികാരോഗ്യം അല്ലേ, നമ്മളുടെ ഒരു വികാരങ്ങൾ നമ്മളിങ്ങനെ ആകെ ഡള്ളായിട്ട് സ്ട്രെസ്സായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ആരോഗ്യം നശിക്കും. നമ്മളിനി എന്തൊക്കെ ബാക്കി നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് എത്ര തന്നെ നമ്മൾ നേരത്തിനും കാലത്തിനൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, വൃത്തിയുള്ള ആഹാരമാണ് കഴിക്കുന്നത്, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടും നമുക്ക് ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ, അത് നമുക്കിങ്ങനെ ഓരോ അസുഖങ്ങൾ വരികയാണെങ്കിൽ ദെൻ തീർച്ചയായിട്ടും പ്രശ്നം എവിടെയാണ്, നമ്മളുടെ മനസ്സിനാണ്. ഓക്കെ, അവിടെ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്ട്രെസ് എന്ന് പറയുന്നതിന് നമ്മൾ പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുള്ള ഒന്നാണ് സ്ട്രെസ്. ഒരുപാട് ടെൻഷൻ, ഒരുപാട് സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അസുഖം വരും. ഓക്കെ, ഈവൻ ഇഫ് യുവർ ഫിസിക്കൽ ഹാബിറ്റ്സ് ആർ ഓൺ പോയിന്റ് അല്ലേ, നമ്മളെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും മനസ്സിന് ഒരു അല്ലെ മനസ്സിന് തളർച്ച വന്നു കഴിഞ്ഞാൽ എന്താണ് ഒക്കെ അതോടുകൂടിയൊക്കെ പോയി എന്താണ് നമുക്ക് അവിടെയും അസുഖം വരും. ഓക്കെ, സ്ട്രെസ് ഇൻ യുവർ ബോഡീസ് നാച്ചുറൽ റെസ്പോൺസ് to any challenges or threats and is a survival mechanism designed to keep you safe. ഓക്കെ, അപ്പം നമ്മളെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ലെ അതിജീവന മാർഗം അല്ലെ ഒരു സർവൈവൽ മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളുടെ ഒരു ശരീരത്തിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് അല്ലെ, സ്ട്രെസ് എന്താണ് നമ്മളുടെ ശരീരത്തിലുള്ള ഒരു സ്ട്രെസ് അല്ലെ, അതിൻ്റെ ഒരു സ്ട്രെസ് ഇൻ യുവർ ബോഡീസ് നാച്ചുറൽ റെസ്പോൺസ് അല്ലേ. സ്ട്രെസ് നമ്മളുടെ ശരീരത്തിലെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നതാണ്, അത് ഏതെങ്കിലും ഒരു ചാലഞ്ചസ് അല്ലെങ്കിൽ ത്രെട്ട് അല്ല എന്തെങ്കിലും ഭീഷണി, ഒരു വെല്ലുവിളിയൊക്കെ വരുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ വെൻ യു ഫേസ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണ് അല്ലെ, അത്രയും സ്ട്രെസ്സുള്ള ടെൻഷൻ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ലൈക്ക് എ ടൈറ്റ് വർക്ക് ഡെഡ് ലൈൻ ഓർ എ ക്ലോസ്
close call while driving, your body releases hormones like cortisol and adrenaline. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോലി നമുക്ക് പെട്ടെന്ന് ഒരു ഡെഡ് ലൈനിന് ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കണം അല്ലേ, നമുക്കത് തീർക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ, ഇപ്പം റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെ ഫാമിലിയിലാവട്ടെ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാവട്ടെ എവിടെയെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇതെന്തെങ്കിലും ഈ കാരണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ശരീരം ഈ കോർട്ടിസോൾ അതുപോലെ അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺസ് എന്താ ചെയ്യുന്നത്, ദീസ് ഹോർമോൺസ് പ്രിപ്പയർ യു ടു എയ്തർ ഫൈറ്റ് ദ ത്രെറ്റ് ഓർ ഫൈറ്റ് ഫ്രം ഇറ്റ് ബൈ ഇൻക്രീസിങ് യുവർ ഹാർട്ട് റേറ്റ്സ്, ക്വിക്കനിങ് യുവർ ബ്രെത്ത് ആൻഡ് ഷാർപ്പനിങ് യുവർ സെൻസസ്. അപ്പോൾ ഈ ഹോർമോൺസ് എന്താ ഈ ഒരു വെല്ലുവിളിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തയ്യാറെടുപ്പിലാവും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് അല്ലെ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും അല്ലെ, നമ്മളുടെ ആ ഒരു ശ്വാസം വലിക്കുന്ന ആ ഒരു ഇത് അല്ലേ അത് സ്പീഡപ്പ് ആവും. പിന്നെയോ അല്ലെ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് ഒക്കെ വർദ്ധിക്കും, നമ്മളുടെ സെൻസസ് ഒക്കെ ഒന്ന് ഷാർപ്പൻ ആവും. ഓക്കെ, അപ്പോൾ വൈൽ ഷോർട്ട് ബേർസ്റ്റ്സ് ഓഫ് സ്ട്രെസ് ക്യാൻ ബി ബെനിഫിഷ്യൽ, ക്രോണിക് സ്ട്രെസ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് നൈമിഷിക നേരത്തേക്കുള്ള സ്ട്രെസ്സൊക്കെ കുഴപ്പമില്ല, പക്ഷേ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ വളരെ മാരകമായിട്ട് നമ്മൾ ഭയങ്കര ഡിപ്രഷൻ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ അത് ഒരു വേറൊരു കഥ തന്നെയാണ്. അതെന്ന് വെച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ്, അപകടം പിടിച്ച ഒന്നാണ്. ഓക്കെ, ക്രോണിക് സ്ട്രെസ് ഒക്കേഴ്സ് വെൻ യുവർ ബോഡി സ്റ്റേസ് ഇൻ ദിസ് ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട് ഫോർ ലോങ് പീരിയഡ്സ്, വെദർ ഡ്യൂ ടു ഓൺഗോയിങ് വർക്ക് പ്രഷർ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഓർ ഫിനാൻഷ്യൽ കൺസേൺ. നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ അല്ലേ ഒക്കെ അങ്ങനെ ഒരു ദീർഘകാലത്തേക്ക് നമ്മളുടെ അല്ലെ നമ്മൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു രീതിയിലും സമാധാനം ഇല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലാവട്ടെ നമുക്ക് വർക്കിലാവട്ടെ അങ്ങനെ ഒരു ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ എന്താണ് അങ്ങനെ കുറേ നേരത്തേക്ക് ആ ഒരു സ്ട്രെസ് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നൊരു സംഭവം വരും. വെൻ യു ആർ സ്ട്രെസ്ഡ് യുവർ ബോഡീസ് പ്രയോറിറ്റി ഈസ് സർവൈവൽ നോട്ട് ഹീലിംഗ്. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിജീവനം സർവൈവലാണ്, അല്ലാണ്ട് അത് മാറുക അല്ലെ ഹീലിംഗ് എന്നുള്ളതല്ല. ദ റിലീസ് ഓഫ് ദി കോർട്ടിസോൾ ഹോർമോൺ അണ്ടർ സ്ട്രെസ് കീപ്സ് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആൻഡ് സപ്രസസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഈ കോർട്ടിസോൾ ഹോർമോൺ അഡ്രിനാലിൻ ഹോർമോൺ ഒക്കെ എന്താണ് റിലീസ് ആവുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കോർട്ടിസോൾ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്, ആ ഒരു സ്ട്രെസ്സിനെ അതിനെ നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുകയും പിന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പം ഓവറോൾ നമ്മളുടെ ഒരു ഇമോഷണൽ ഹെൽത്ത് നമ്മളുടെ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സമ്മറൈസ് ചെയ്യാം, ഷോർട്ടായിട്ട് എഴുതാം ഈ ഒരു പാസേജിനെ നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി വരുന്നത്. ടേക്കിംഗ് കെയർ ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ത്രൂ ക്ലീൻ ഈറ്റിംഗ് എക്സസൈസ് ആൻഡ് സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇമോഷണൽ ഹെൽത്ത് ആൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിംഗ് ഇൽനെസ്സസ്. Chronic stress can weaken the immune system, making you more prone to sickness. When stressed, the body prioritizes survival for healing, releasing hormones like cortisol and that suppress the immune system. Managing stress is essential to maintain overall health and well-being. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ പാസേജിലെ ഓവറോൾ ഐഡിയ ഇവിടെ കൊടുക്കുകയും ചെയ്തു അല്ലേ, മൊത്തത്തിൽ ആ ഒരു പാസേജിൽ പറഞ്ഞ ആശയം ഇതിൽ വന്നിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചുരുക്കി എഴുതുക. ഓക്കെ, അതായത് നമ്മൾ ഒരു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഉറങ്ങുക അല്ലേ, ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് സംരക്ഷിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ കൂടി അതിനോടൊപ്പം തന്നെ ഇമോഷണൽ ഹെൽത്തും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ അസുഖങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ അല്ലേ, നമ്മൾ അസുഖങ്ങളൊക്കെ തടയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ ഇമോഷണൽ ഹെൽത്തും വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരികയാണ് ചെയ്യുക. ദെൻ വെൻ സ്ട്രെസ്ഡ് അല്ലേ, നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ബോഡി ആ ഒരു സർവൈവൽ എന്നുള്ളതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യും, അത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യും. മാനേജിങ് സ്ട്രെസ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീങ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഒരു ആകമൊത്തം അല്ലേ, നമ്മളുടെ ഫിസിക്കൽ ആവട്ടെ മെൻ്റൽ ഹെൽത്ത് ആവട്ടെ അല്ലേ, നമ്മളുടെ ആ ഒരു ഹെൽത്ത് മൊത്തം ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക നിലനിർത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി അതിൽ 34-ാമത്തേൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്.
Make notes from the following passage in points only using appropriate headings and subheadings. Also use at least 2 recognizable abbreviations. Okay, അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇതും എന്താണ്, ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, പക്ഷേ ഇത് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിന് പോയിന്റ് വൈസ് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, അതായത് അപ്രോപ്രിയേറ്റ് ആവശ്യമുള്ള ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്ത് അങ്ങനെ പോയിന്റ് ആക്കി നോട്ട് എഴുതുക. ഒരു പാസേജിന് നമ്മൾ എങ്ങനെ ഈ ഒരു പാസേജിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പാസേജ് വായിക്കാം. The first nano thing you would have ever seen would be the nano car, the smallest car to be made in India. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പാസേജ് മൊത്തം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതിൽ ഫസ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ നാനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് അല്ലേ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള നാനോ തിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നാനോ കാർ തന്നെയാവും അല്ലെ. ഏറ്റവും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കാറ്, സ്മോളസ്റ്റ് കാറാണ് നാനോ കാർ. The car, however, was named Nano for its small size. അതിന്റെ ചെറിയ സൈസ്, ആ കാറിന്റെ ചെറിയ സൈസ് കൊണ്ട് തന്നെയാണ് അതിന് നാനോ കാർ എന്ന പേരും വന്നത്. ആൻഡ് നോട്ട് ബിക്കോസ് ഇറ്റ് യൂസ്ഡ് എനി നാനോ ടെക്നോളജി. അല്ലാണ്ട് നാനോ ടെക്നോളജി ഒന്നും യൂസ് ചെയ്തത് കൊണ്ടല്ല എന്ത് വന്നത്, അതിന് ആ പേര് വന്നത്. അതിൻ്റെ ആ ഒരു ചെറിയ സൈസ്, ആ ഒരു കാറിൻ്റെ ചെറിയ സ്മോൾ സൈസ് കാരണം തന്നെയാണ് അതിന് നാനോ കാർ എന്ന പേര് വന്നത്. സോ വാട്ട് ഡു ദീസ് ടേംസ് നാനോ ആൻഡ് നാനോ ടെക്നോളജി മീൻ? അപ്പോൾ എന്താണ് ഈ നാനോ എന്നുള്ള ടേം, അതുപോലെ എന്താണ് ഈ നാനോ ടെക്നോളജി? ഓക്കെ, ദ വേർഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് നാനോസ് മീനിങ് ഡ്വാർഫ് അല്ലെ, കുള്ള് അല്ലെ എന്നുള്ള ഒരു അർത്ഥം വരുന്ന നാനോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു നാനോ ടെക്നോളജി എന്നൊക്കെയുള്ള ഈ വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓർ സംതിങ് എക്സ്ട്രീംലി സ്മോൾ, അത് ഏറ്റവും ചെറിയ ഒരു വസ്തു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അത്രയും ചെറിയ വസ്തുക്കളെയാണ് നമ്മൾ അങ്ങനെ ഒരു നാനോ എന്നുള്ളത് പറഞ്ഞ് നമ്മൾ ഉപമിക്കുക, നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള എന്തിനെങ്കിലും ആണ് നമ്മൾ അങ്ങനെ ഡ്വാർഫ് എന്ന് പറയാം അല്ലെ, കുള്ളൻ അല്ലെ. അതെ, പൊക്കല്ലാത്ത ആളുകളൊക്കെ നമ്മൾ ഡ്വാർഫ്, കുള്ളന്മാർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെന്താണ്, അത്രയും ചെറിയതായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു അർത്ഥം വരുന്ന നാനോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ നാനോ എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളത്. A nanometer in the metric system refers to 1 billionth of a meter. മെട്രിക് സിസ്റ്റത്തിൽ നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിന്റെ 1 billionth ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ചെറുതാണ്? ഹൗ സ്മോൾ ഈസ് ദാറ്റ്? വെൽ, യുവർ ബോൾ പോയിന്റ് പെൻ ടിപ്പ് ഈസ് ബിറ്റ്വീൻ 0.5 to 0.7 millimeter. നമ്മളെ ബോൾ പോയിന്റ്, ഇപ്പോൾ ടെക്നോ ടിപ്പ് ബോൾ പോയിന്റ് പെന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു റിഫിലിൻ്റെ ആ പെന്നിൻ്റെ ടിപ്പ് അല്ലെ, ആ നമ്മൾ എഴുതുന്ന ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 to 0.7 millimeter ആണ് അതിൻ്റെ ആ ഒരു എന്താണ്, അത്രയും ചെറുതാണ്. ഓക്കെ, നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലായി, 0.5 to 0.7 millimeter ആണ് അതിൻ്റെ ഒരു അല്ലെ, നമ്മൾ ആ ഒരു ബോൾ പോയിന്റ് പെന്നിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. അത്ര മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ എ മില്ലിമീറ്റർ ആസ് യു നോ 1/1000 ഓഫ് എ മീറ്റർ. 1 millimeter എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതാണ് ഒരു മീറ്ററിൻ്റെ അല്ലേ, ആ ഒരു 1000 അല്ലേ, 1/1000 ഓഫ് എ മീറ്റർ ആണ്. ഒരു മീറ്ററിൻ്റെ 1/1000 ആണ് ഒരു മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് റഫ്ലി ദ ഡയമെൻഷൻ യു ക്യാൻ സ്റ്റഡി അണ്ടർ എ മാഗ്നിഫയിങ് ഗ്ലാസ്. അപ്പോൾ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അല്ലേ നമുക്ക് അല്ലേ, ആ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്, ഒരു മാഗ്നിഫയിങ് ലെൻസിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെ, അല്ലെങ്കിൽ അതിന് ആ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഡയമെൻഷനാണ് അതെന്ന് പറയുന്നത്. അത്രയും ചെറുതാണത്. ഓക്കെ, അത്രയും ചെറിയ അളവല്ലേ. സോ അതുകൊണ്ട് തന്നെ ആ മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ, ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ മൈക്രോമീറ്റർ ഈസ് 1/1 lakh ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിൻ്റെ അല്ലേ, ഒരു 1 lakh 1/1 lakh അല്ലെ, അത്രയും ചെറുതാണ്. അപ്പം നമുക്ക് മൈക്രോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ചെറുതാണ്. നമുക്കൊരു മൈക്രോസ്കോപ്പ് തന്നെ വേണം അത് ഒബ്സർവ് ചെയ്യാൻ. യു നീഡ് എ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മൈക്രോമീറ്റർ ഡയമെൻഷൻ. അപ്പം മൈക്രോമീറ്റർ ഡയമെൻഷനിലുള്ള ഒരു വസ്തുവിനെ നിരീക്ഷിക്കാൻ നമുക്ക് എന്ത് വേണം? മൈക്രോസ്കോപ്പ് വേണം. സച്ച് ആസ് യുവർ ബാക്ടീരിയ, അതായത് ഇപ്പോൾ ഈ ഒരു മൈക്രോമീറ്റർ ലെങ്ത്തിൽ അല്ലെ, ഈ ഒരു മൈക്രോമീറ്റർ ഡയമെൻഷനിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാക്ടീരിയ, സിലിക്കോൺ ചിപ്സ്, ഇതൊക്കെയാണ് ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാലേ കാണുള്ളൂ. അതെന്താണ്, അത്രയും ചെറിയ നമ്മളെ കണ്ണിൽ കാണില്ല. ഒക്കെ അത്രയും ചെറുതാണ്, മൈക്രോമീറ്റർ ഡയമെൻഷൻ ആയതുകൊണ്ടാണ്. നാനോമീറ്റർ NM ഈസ് ഈവൻ സ്മോളർ. അപ്പം നാനോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇതാണ് യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, lakh, 10 lakh അല്ലേ, എത്രയാണ്? ഒരു അല്ലേ ലക്ഷത്തിനും മേലെയാണ് അല്ലേ ഒരു മീറ്ററിൻ്റെ
അല്ലെ? ഇപ്പം നമ്മൾ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1/1 lakh of a meter ആണ്. അതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് അല്ലെ, ഒരു മീറ്ററിന്റെ ഒരു കോടിക്കണക്കിന് ഭാഗങ്ങളിൽ അതിന് അതൊക്കെ അത്രയും ചെറുതാണ്. അതിലൊക്കെ ഒരു അത്രയും ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു നാനോമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്. ഓക്കെ, അപ്പം ആർ യു ഫെമിലിയർ വിത്ത് എനിത്തിങ് ദാറ്റ് ഈസ് സ്മോൾ? Well, an atom measures 0.1 to 0.5 nanometer in diameter and a single DNA strand is 2.5 wide. ഓക്കെ, അപ്പോൾ ഈ ഒരു നാനോമീറ്റർ മെഷർമെന്റിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആറ്റം, അതുപോലെ നമ്മളുടെ ബോഡിയിലുള്ള ശരീരത്തിലുള്ള DNA സ്ട്രാൻഡുകളൊക്കെ ഒരു നാനോമീറ്റർ അളവിലാണ് നമ്മൾ പറയാം. ഓക്കെ, ദോസ് ഒബ്ജക്ട്സ് ഫാൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് നാനോ സ്കെയിൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ DNA സ്ട്രാൻഡ്സ് അല്ലെ, DNA അതൊക്കെ ഈ ഒരു നാനോ സ്കെയിൽ സ്ട്രക്ചർ കാറ്റഗറിയിലാണ് വരിക. Now these nanoscale objects are something our scientists love to toy with, which resulted in the emergence of a whole new branch of science termed nanotechnology. അപ്പം സയന്റിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വസ്തുവായി മാറിയിട്ടുണ്ട് ഈ ഒരു നാനോസ്കെയിൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ പുതിയൊരു ബ്രാഞ്ച്, പുതിയൊരു ശാഖ കൂടി വന്നിട്ടുണ്ട്. നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സയൻസിന്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഓക്കെ, നാനോ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദാറ്റ് ഫീൽഡ് ഓഫ് സയൻസ് വിച്ച് മാനിപ്പുലേറ്റ്സ് നാനോമീറ്റർ സൈസ്ഡ് മാറ്റർ ടു ഡിസൈൻ ന്യൂ സ്ട്രക്ചേഴ്സ്. അല്ലെ, ഈ നാനോമീറ്റർ അളവിലുള്ള ഈ നാനോമീറ്റർ സൈസിലുള്ള വസ്തുക്കളെ അല്ലെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്ത് അതാണ് പുതിയ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു അതാണ് അങ്ങനത്തെ ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് ഡിവൈസ്, ഓക്കെ, പുതിയ സ്ട്രക്ചേഴ്സ് മാത്രമല്ല പുതിയ ഡിവൈസസും അതുപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്രത്തിൽ അല്ലെ അങ്ങനെ ആ ഒരു സയൻസിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് എന്ത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സയൻസ് വിച്ച് മാനിപ്പുലേറ്റ്സ് നാനോമീറ്റർ സീസ്ഡ് മാറ്റേഴ്സ് ടു ഡിസൈൻ ന്യൂ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡിവൈസസ് ദാറ്റ് എക്സിബിറ്റ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഇൻ നാനോ സ്കെയിൽ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ശാസ്ത്രത്തിലെ നാനോമീറ്റർ നാനോ ടെക്നോളജിയെ കുറിച്ചാണ് അതിൻ്റെ ഒരു ആ ഒരു നാനോ അല്ലേ, നാനോ എന്നുള്ള ഒരു വാക്ക് ഏതിൽ നിന്നാണ് വന്നിട്ടുള്ളത്? നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് അല്ലെ, ഒരു മീറ്ററിന്റെ എത്രയാണ്? മൈക്രോമീറ്റർ നമ്മൾ പറഞ്ഞു, അതിനേക്കാളും ചെറുതാണ് എന്താണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ DNA സ്ട്രാൻഡ്സ് ഒക്കെ ഈ ഒരു നാനോമീറ്റർ അളവിലാണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ, നാനോ സ്കെയിൽ സ്ട്രക്ചർ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ അല്ലെ നമ്മളെ സയൻസിൽ വന്നിട്ടുള്ള പുതിയ ബ്രാഞ്ചാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാനോ ടെക്നോളജിനെ കുറിച്ചൊക്കെയാണ്, നാനോമീറ്ററിനെ കുറിച്ചാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഇതിനെങ്ങനെ നമുക്ക് പോയിന്റ്സ് ആയിട്ട് നോട്ട് എഴുതാം എന്ന് നോക്കാം. അപ്പം ഇങ്ങനെയാണ് എഴുതുക. ഫസ്റ്റ് നാനോ എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, നാനോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് നാനോസ് മീനിങ് ഡ്വാർഫ് ഓർ എക്സ്ട്രീംലി സ്മോൾ. ഇറ്റ് റിഫേഴ്സ് ടു 1 billionth of a meter. ഓക്കെ, ഇപ്പം നാനോമീറ്റർ NM എന്നുള്ളതാണ്. ഓക്കെ, 1 billionth of a meter ആണ് എന്ത് നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് സൈസ് കമ്പാരിസൺ. ഓക്കെ, അപ്പം നാനോ എന്താണെന്നുള്ളതിന് നമ്മൾ പോയിന്റ് ആക്കി പറഞ്ഞു അല്ലേ. പിന്നെ അതിലുള്ള മെയിൻ പോയിന്റ് എന്താണ്? സൈസ് കമ്പാരിസൺ ആണ്. ഓക്കെ, ബോൾ പോയിന്റ് പെൻ ടിപ്പ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5 to 0.7 millimeter ആണ്. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1/1000 of a meter. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 1/1 lakh of a meter. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചെറുതാണ്. ഓക്കെ, ദെൻ നാനോ സ്കെയിൽ സ്ട്രക്ചർ ആണ് ആറ്റം 0.1 to 0.5 നാനോമീറ്റർ ഇൻ ഡയാമീറ്റർ. സിംഗിൾ DNA സ്ട്രാൻഡിൻ്റെ ഒരു എന്താണ് അളവെന്ന് പറയുന്നത് എങ്ങനെയാണ്? 2.5 നാനോമീറ്റർ വൈഡ് ആണ്. ഓക്കെ, ദെൻ നാനോ ടെക്നോളജി അടുത്ത സബ് ഹെഡിങ് ആണ്. It's a field of science that manipulates nanometer-sized matter, then designs new structures and devices with unique properties in nanoscale dimensions, then emerged from scientists' study of nanoscale object. അല്ലേ, ശാസ്ത്രജ്ഞരുടെ ആ ഒരു അവർ നാനോസ്കെയിൽ ഒബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ പഠിച്ച് അതിൽ നിന്നാണ് ഈ ഒരു നാനോ ടെക്നോളജി ഉത്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ നോട്ട്സും തയ്യാറാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാസേജിൻ്റെ ബേസിസിൽ നമ്മൾ നോട്ട്സ് സബ് ഹെഡിങ്ങോട് കൂടി ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നോട്ട്സ് തയ്യാറാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് 35th ക്വസ്റ്റ്യൻ ആണ്. അത് 35th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും അല്ലേ നമ്മൾ ഈ ഒരു 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ ഒരു ഫങ്ഷണൽ റൈറ്റിംഗ് സ്കില്ല് ഒരു പാസേജ് വായിച്ചിട്ട് ആദ്യം അതിൻ്റെ സമ്മറി എങ്ങനെ എഴുതാം എന്നുള്ളതും ഓക്കെ അത് ആ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറും പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു പാസേജ് തന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പാസേജ് വായിക്കുക, എന്നിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, ഹെഡിങ് ഒക്കെ കൊടുത്ത് നോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് 35th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. താങ്ക് യു എവരിവൺ.